കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. വരമായ ആത്മദാനമാ, ഫലമായ ജീവശക്തിയാ, അലിവായ ആത്മദാഹമാ, നിറയൂ ദാസരിൽ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയുടെ 6-ാം ദിവസത്തിലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി കാത്തിരിക്കുകയാണ്. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് റോമാലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇങ്ങനെ കുറിക്കുന്നു: വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പോടുകൂടെ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അവാച്യമായ നെടുവീർപ്പോടെ മധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി, ആത്മാവിനു വേണ്ടി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നൊരു സംശയമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്? യേശുവിൻ്റെ മധ്യസ്ഥതയിൽ നിന്ന് വ്യത്യസ്തമായ, വിഭിന്നമായ മറ്റൊരു മധ്യസ്ഥതയാണോ പരിശുദ്ധാത്മാവ് വഹിക്കുന്നത്? ഇങ്ങനെ സ്വാഭാവികമായും ഒരു സംശയം ഉദിക്കാം. കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ഈശോയും ഒന്നു ചേർന്നാണ് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അത് ഈശോയുടെ മധ്യസ്ഥത്തിന് കുറവുള്ളത് കൊണ്ടല്ല, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മാധ്യസ്ഥ്യധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യവും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ ദൗത്യവും ഒന്നിനോടൊന്ന് ചേർന്നു പോകുന്നതാണ്, പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നതാണ്. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥത യേശുവിൻ്റെ മധ്യസ്ഥതയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്നല്ല, അതിനോട് കൂട്ടിച്ചേർക്കലുമല്ല. ഇരുവരും ഒന്നു ചേർന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 27-ാം വാക്യം ഇതിന് ഉത്തരം പറയുന്നുണ്ട്: ദൈവഹിതം അനുസരിച്ചാണ് ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വഹിക്കുന്ന ഈ മധ്യസ്ഥ്യത ദൈവഹിതം അനുസരിച്ച് ദൈവത്തിൻ്റെ തന്നെ തിരുമനസ്സിൻ്റെ നിറവേറ്റലാണ്, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ് എന്ന് വ്യക്തം. ഇനി ഈ മധ്യസ്ഥതയുടെ സവിശേഷതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്നത്. നെടുവീർപ്പ് എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നടത്തുന്ന മധ്യസ്ഥതയുടെ ആഴം നമുക്ക് കിട്ടുന്നത്. സ്റ്റെനാഗ്മോസ് എന്നുള്ള പദമാണ് നെടുവീർപ്പ് എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണ്, ഏതർത്ഥത്തിലാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പസ്തോല നടപടി 7-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ അവരുടെ ദീനരോദനം ഞാൻ കേട്ടു. ഇസ്രായേൽ ജനം അടിമത്തത്തിൻ്റെ നാളുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ദീനരോദനത്തെക്കുറിച്ച് പറയുന്നിടത്ത് സ്റ്റെനാഗ്മോസ് എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. വേദനയിലും കഷ്ടപ്പാടിലും കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ദീനരോദനമാണ് സ്റ്റെനാഗ്മോസ് എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ ദീനരോദനം നടത്തുകയാണ്, കരയുകയാണ്. വീണ്ടും ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു: എൻ്റെ ഭക്ഷണം നെടുവീർപ്പുകളാണ്,
ഇവിടെ നെടുവീർപ്പുകൾ എന്നതിന് സ്റ്റെനാക്മോസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവിധ കഷ്ടതകളിലുമായിരുന്ന ജോബ് ദൈവസന്നിധിയിൽ അവൻ്റെ ഭക്ഷണം പോലും നെടുവീർപ്പുകളാണ് എന്ന് പറയുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവ് ഈ വിധത്തിലാണ് നമുക്ക് വേണ്ടി കരഞ്ഞ് വിലപിക്കുന്നത് എന്നർത്ഥം. വീണ്ടും ഈ വചനം നമ്മൾ കാണുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യത്തിലാണ്. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ ആർത്തനാദത്തെക്കുറിച്ചാണ്, വിശിഷ്യ ആദ്യജാതനെ പ്രസവിക്കുന്ന സ്ത്രീയുടെ പ്രസവവേദനയിൽ അനുഭവിക്കുന്ന ആർത്തനാദത്തെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റെനാക്മോസ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. നമ്മിൽ ദൈവമകൻ രൂപപ്പെടാൻ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ ആദ്യജാതനെ പ്രസവിക്കുന്ന സ്ത്രീയുടെ ആർത്തനാദം പോലെ വിലപിക്കുന്നു എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ നമ്മുടെ ആത്മാവ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ലായകയാൽ നമുക്ക് പകരക്കാരനായി, നമ്മുടെ ആത്മാവിന് പകരക്കാരനായി ദൈവസന്നിധിയിൽ നെടുവീർപ്പിടുകയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കരയുകയാണ്. നമുക്ക് വേണ്ടി ആർത്തനാദം ഉയർത്തുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എപ്രകാരമാണ് ഈ ആർത്തനാദം എന്നതിന് വിശേഷണമായി കൊടുത്തിരിക്കുന്നത്? അവാച്യം എന്നുള്ളതാണ്. വാക്കുകളില്ലാതെ, കാരണം ഇത് ദൈവാത്മാവ് ഉയർത്തുന്ന ആർത്തനാദമാണ്. ദൈവാത്മാവ് ഉയർത്തുന്ന ആർത്തനാദമായതുകൊണ്ട് ഇത് വാക്കുകളിലൂടെ അല്ല, അവാച്യമാണ്. വാക്കുകൾക്ക് അതീതമായി, വാക്കുകളില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവസന്നിധിയിൽ നെടുവീർപ്പെടുകയാണ്. നമ്മുടെ ആത്മരക്ഷ പരിശുദ്ധാത്മാവ് എത്ര ഗൗരവതരമായി കരുതുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായി, മധ്യസ്ഥനായി വർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുകയാണ്. ഈ കരച്ചിൽ യേശുവിൻ്റെ ഗത്സമനിയിലെ വിലാപത്തെക്കുറിച്ചും കുരിശിലെ അവിടുത്തെ വിലാപത്തെക്കുറിച്ചുമുള്ള സ്മരണ നമ്മുടെ മുൻപിൽ ഉണർത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി രക്ഷയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഏതു വിധത്തിൽ നെടുവീർപ്പിട്ട് വിലപിച്ചുവോ, കുരിശിൽ ആർത്തനാദം മുഴക്കിയോ, അതേ വിധത്തിൽ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് ആർത്തനാദം ഉയർത്തുകയാണ്, വിലപിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആത്മരക്ഷ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചുകൊണ്ട് സഹായകനായി വർത്തിക്കുന്ന വിധങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇത് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവ് നടത്തുന്നതാണ്, തന്നിഷ്ടപ്രകാരമല്ല. ദൈവ പദ്ധതിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന് വേണ്ടി ഈ വിധം വിലപിച്ച് കരയുക എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവ് കരയുന്നു എന്ന കാര്യം എപ്പോഴും ചിന്തിച്ചു വേണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് കടപ്പാടുള്ളവരായി തീരാൻ. നിരന്തരം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു വിലപിക്കുകയാണ്. ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്കായി ആത്മാവ് മധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അതായത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം കരയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയല്ല, വിശുദ്ധർക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിൻ്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് കരയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ നെടുവീർപ്പും കരച്ചിലും മുഴുവൻ ലോകത്തിനു വേണ്ടിയല്ല, വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്ന്, വിശുദ്ധർക്ക് വേണ്ടിയാണ് എന്ന് തിരുവചനം പറയുകയാണ്. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ കരയുന്നു. പരിശുദ്ധാത്മാവിനോട് നമുക്ക് എന്തുമാത്രം കടപ്പാടാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ കാരണം എന്താണെന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവപ്രസാദകരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ആത്മാവിനറിയാത്തതുകൊണ്ട്
നമ്മുടെ അറിവില്ലായ്മയെ, അജ്ഞതയെ പരിശുദ്ധാത്മാവ് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മധ്യസ്ഥത വഹിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹൈപ്പർ എൻറ്റിൻഖാനോ എന്നാണ്. ഈ പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരിടത്തും നമ്മൾ ഈ വിധത്തിൽ കാണുന്നില്ല. എന്നാൽ യേശുവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ എൻറ്റിൻഖാനോ എന്ന പദം അത് തനിച്ചുപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പസ്തോലൻ അഗ്രിപ്പായുടെ മുൻപിൽ ന്യായവാദം നടത്താനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നിടത്ത് എൻറ്റിൻഖാനോ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. എൻറ്റിൻഖാനോ എന്ന പദത്തിൻ്റെ അർത്ഥം ന്യായവാദം നടത്തുക, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക, നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി, പകരക്കാരനായി നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒന്നും ഹൈപ്പർ എന്നുള്ള വിശേഷണം കൂട്ടി പറയുന്നില്ല. ഹൈപ്പർ എന്നുള്ള പദം ചേർത്ത് എൻറ്റിൻഖാനോ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥത ഹൈപ്പർ എൻറ്റിൻഖാനോയാണ്. അതായത് എല്ലാറ്റിലും ഉപരിയായി നിൽക്കുന്ന മധ്യസ്ഥ യാചനയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നടത്തുന്ന മാധ്യസ്ഥ കരച്ചിൽ മറ്റെല്ലാ കരച്ചിലിനേക്കാളും ഉപരിയായ കരച്ചിലാണ്. അതുകൊണ്ടാണ് ഹൈപ്പർ എന്നുള്ള വിശേഷണം കൂട്ടി പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു, നെടുവീർപ്പിടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷാവരത്തിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല. ഭാഷാവരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്, അതിന് വരം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പകരക്കാരനായി നിന്ന് നമുക്ക് വേണ്ടി നെടുവീർപ്പിടുന്നു എന്നാണ് വചനം പറയുന്നത്. ആകയാൽ നമ്മുടെ ആത്മാവിൻ്റെ കുറവ് പരിഹരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായി വർത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിധമാണ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപരിമാധ്യസ്ഥ്യം വഹിച്ച് കരയുകയാണ്, വിലപിക്കുകയാണ്, ആർത്തനാദമിടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നൊവേനയുടെ 6-ാം ദിവസം ഇപ്രകാരം നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആത്മനാ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നിരന്തരം നന്ദിയുള്ളവരായിരിക്കാനും പരിശുദ്ധാത്മാവിനോട് എപ്പോഴും കടപ്പെട്ടവരാണ് നമ്മളെന്ന്, നമ്മുടെ ആത്മരക്ഷയുടെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് എത്രയും കടപ്പെട്ടവരാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കൃതജ്ഞതാനിർഭരമായി പരിശുദ്ധാത്മാവിനെ ഏറ്റവും അടുത്ത സഹായകനായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരം നമുക്ക് ഈ നൊവേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുന്നുവല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. അങ്ങേ ദിവ്യപ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിപ്പാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്രഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ ഈ സമൂഹത്തിൻ്റെ മേലും ഇറങ്ങി വരേണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ.
അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപാവരം തന്നരുളേണമേ. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇതു തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കുവാനും സമാധാനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനുമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി എന്നും നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയുവാനും എപ്പോഴും ദൈവഹിതം മാത്രം നിറവേറ്റുവാനുമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ബലഹീനതയിൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയോടൊപ്പം സദാ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. നമുക്കെല്ലാവർക്കും നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഓ എൻ്റെ ദൈവമേ, നന്മയെന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി ഞങ്ങൾ അനേകർക്ക് മാതൃകയാകട്ടെ. ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.